നമസ്കാരം. കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ മന്ത്രി ഗണേഷ് കുമാറും അതുപോലെ സുരേഷ് ഗോപിയൊക്കെ ആയിട്ട് ഇങ്ങനെ ചെറിയ രീതിയിലുള്ള ചില എന്താ പറയാ വാക്പോരുകൾ നമ്മൾ അത് അവരുടെ പത്രസമ്മേളനത്തിലും അതുപോലെ തന്നെ മാധ്യമത്തിന് മുമ്പിൽ ഉണ്ടായിട്ടുള്ള അഭിമുഖത്തിലൊക്കെ നമ്മൾ കണ്ടതാണ്. അതായത് സുരേഷ് ഗോപിയുടെ മറ്റേ മോനെ എന്നുള്ള വിളിയും അതുപോലെ ഭരചന്ദ്രനായിട്ട് ഇപ്പോഴും ജീവിച്ചിരിക്കുകയാണ് സുരേഷ് ഗോപി എന്നൊക്കെ ഉള്ള രീതിയിൽ ഗണേഷ് കുമാറൊക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ അവർ പരസ്പരം പോരടിച്ചിരിക്കുന്ന ഒരു ഇത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചില കാര്യങ്ങൾ തുറന്ന് സംസാരിക്കുകയാണ് മലയാളത്തിലെ ശ്രദ്ധേയനായിട്ടുള്ള ഹാസ്യതാരവും അതുപോലെ തന്നെ മികച്ച നടനായിട്ടുള്ള നമ്മുടെ ജഗദീഷ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ജഗദീഷ് പറഞ്ഞ ചില കാര്യങ്ങളൊന്ന് പരിശോധിച്ചിട്ട് വരാം. ഗണേഷ് കുമാറും സുരേഷ് ഗോപിയുമൊക്കെ തനിക്കെതിരെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഒരിക്കൽ പോലും തന്നെ വിഷമിപ്പിച്ചിട്ടില്ലെന്ന് നടൻ ജഗദീഷ്. രാഷ്ട്രീയപരമായി എതിർപക്ഷത്തുള്ള സുരേഷ് ഗോപിയെ ഗണേഷ് കുമാർ സമീപകാലത്ത് വിമർശിക്കുകയും പരിഹസിക്കുകയും ചെയ്തിരുന്നു. അടുത്ത സുഹൃത്തുക്കളായവർ ഇങ്ങനെ പെരുമാറുന്നതിൽ വിഷയം തോന്നിയിട്ടുണ്ടോ എന്ന ചോദ്യത്തോട് പ്രതികരിക്കുകയായിരുന്നു ജഗദീഷ്. അടുത്ത സുഹൃത്തുക്കളായ ഗണേഷ് കുമാറും സുരേഷ് ഗോപിയും തമ്മിൽ ഉണ്ടാവുന്ന വാക്പോര് വിഷമിപ്പിക്കാറുണ്ടോ എന്ന ചോദ്യത്തിന് ജഗദീഷിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു: അത് വിഷമിപ്പിക്കാൻ പാടില്ല, കാരണം അങ്ങനെയാണെങ്കിൽ ഞാൻ തകരും. ഗണേശൻ എന്നെക്കുറിച്ച് എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട്. ജഗദീഷ് കള്ളനാ, തരം പോലെ അഭിപ്രായങ്ങളൊക്കെ മാറ്റി പറയുന്ന ആളാ, കാര്യം കാണാൻ എന്ത് വിഡ്ഢിത്തരവും പറയും, എന്ത് കൊള്ളരുതായ്മയും ചെയ്യും, ജഗദീഷിനെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എനിക്കൊരു ഫീലിംഗും ഇല്ല. കൂടെ നിന്ന് ഗണേശൻ പറഞ്ഞിട്ടുണ്ട്. എന്നാലും എന്നെക്കുറിച്ച് ഗണേശൻ അങ്ങനെ പറഞ്ഞല്ലോ എന്നെനിക്ക് ഒരിക്കൽ പോലും തോന്നിയിട്ടില്ല. ഗണേശന്റെ വിശ്വാസം അതാണെങ്കിൽ അതിനെ ചോദ്യം ചെയ്യാനുള്ള അവകാശം എനിക്കില്ല. അത് ആര് പറഞ്ഞാലും ശരി, ജഗദീഷ് പറയുന്നു. സുരേഷ് ഗോപി എന്നെക്കുറിച്ച് പോസിറ്റീവായ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്, ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അണ്ണ, നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല, ആ നിലപാട് എനിക്ക് യോജിപ്പില്ല. അമ്മയുടെ പല നിലപാടുകളിലും എനിക്ക് എതിരായിരുന്നു സുരേഷ് ഗോപി. അതിൽ നിങ്ങൾക്കും ഉത്തരവാദിത്തമുണ്ട്. യു ആർ ഓൾസോ റെസ്പോൺസിബിൾ എന്ന് സുരേഷ് ഗോപി പറഞ്ഞിട്ടുണ്ട്. അതിൽ ഞാൻ അപ്സെറ്റ് ആവേണ്ട കാര്യമുണ്ടോ? അവരുടെ അഭിപ്രായങ്ങൾ അവർ പറയുന്നു. വിശ്വസിക്കാൻ കൊള്ളാത്തവനാണ് ഞാനെന്ന് ഗണേശന്റെ വിശ്വാസമെങ്കിൽ അതിനെ ഞാൻ ഒരിക്കലും തിരുത്താൻ പോവേണ്ട കാര്യമില്ല. അത് അയാളുടെ വിശ്വാസം മാത്രമാണ്. ചിലപ്പോൾ പോസിറ്റീവ് പറഞ്ഞിട്ടുമുണ്ട്. ജഗദീഷ് നല്ലവനാ എന്നും പറഞ്ഞിട്ടുണ്ട്. രാഷ്ട്രീയത്തിന്റെ സമ്മർദ്ദത്തിൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതിന് അത്രത്തോളം സീരിയസ് ആയിട്ട് എടുക്കേണ്ട കാര്യമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. ചിലപ്പോൾ ഒരു മുറിയിൽ ക്ലോസ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ അവർ രണ്ടുപേരും കെട്ടിപ്പിടിക്കുമായിരിക്കും, ആർക്കറിയാം. ഗണേശന്റെ അടുത്ത കാലത്തുള്ള പല പ്രസ്താവനവും വേണ്ടപ്പെട്ടവർക്കെതിരെ പറഞ്ഞിട്ടുണ്ട്. ഗണേശന്റെ സാഹചര്യം അനുസരിച്ച് ഗണേശൻ എന്നെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് അതിൽ ഫീലിംഗ് ഇല്ല. ജഗദീഷ് ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു.